നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു ഡി. മാവേലിക്കരയിലാണ് താമസിക്കുന്നത്. പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലെ മലയാള വിഭാഗത്തിൽ നിന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വിരമിച്ചു. അധ്യാപന മേഖലയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിൽ വരുന്നൊരു കാര്യം, എല്ലുമുറിയെ പണിത് പല്ലുമുറിയെ തിന്നിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ ഇപ്പോൾ മാറി വ്യത്യസ്തമായ ആഹാരശീലങ്ങളിലും ഒക്കെയായി മാറിയിരിക്കുന്നു. എല്ലാ ലോകാരോഗ്യ ദിനങ്ങളിലും എന്ന പോലെ ഈ ലോകാരോഗ്യ ദിനത്തിലും ഒരു സന്ദേശമുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കൂ, ശാസ്ത്രത്തോടൊപ്പം നിൽക്കൂ. ആരോഗ്യം എത്രത്തോളം പ്രധാനമാണെന്ന് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അറിയാം. ആരോഗ്യധനം സർവ്വധനാൽ പ്രധാനമാണെന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ. എങ്ങനെയാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുക? ഒരാളുടെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും പരസ്പര പൂരകമാണ്. രണ്ടും ബാലൻസ്ഡ് ആകുമ്പോഴാണ് ഒരാൾ ആരോഗ്യമുള്ളയാളെന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ജീവിതശൈലി ആരോഗ്യകരമാവുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, കൃത്യമായി ഉറങ്ങാൻ പറ്റുക. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആരോഗ്യമുണ്ടാകുന്നത്. പോഷകസമൃദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ആഹാര ശൈലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നത് നമ്മൾ ഒന്നുകിൽ രുചി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു തൃപ്തി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതിനകത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളവയൊക്കെ ചെല്ലുന്നുണ്ടോ എന്നുള്ള ചിന്തയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപാട് തിരക്കിട്ട് ജീവിക്കുന്നൊരു കാലമാണ്. അപ്പോൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ സമയമില്ല എന്നതിൻ്റെ പേരിൽ പുറത്തുപോയി കഴിക്കുക, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തങ്ങളായ രുചികൾക്ക് വേണ്ടി പുറത്തുപോയി ആഹാരം കഴിക്കുക, ഇങ്ങനെയൊക്കെ ഒരു രീതി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തുപോയി ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഒന്ന് അതായത് ശുചിത്വം. ഈ ആഹാരം ഉണ്ടാക്കുന്നത് ശുചിയായ സാഹചര്യത്തിലാണോ? ഈ ആഹാരത്തിനകത്ത് ചേർത്തിട്ടുള്ളത് സുരക്ഷിതമായിട്ടുള്ള സംഗതികളാണോ? അത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും അത്തരം ചിന്തകളിലേക്കൊന്നും പോകുന്നില്ല. താൽക്കാലികമായിട്ട് നമുക്കൊരു ടേസ്റ്റ്, പിന്നെ സന്തോഷം, ഇതൊക്കെ തന്നെയാണ് പ്രധാനം. അപ്പോൾ ഈ പോഷകസമൃദ്ധമായ ആഹാരം നിർബന്ധമായിട്ടും ആരോഗ്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത് ശീലിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം. അത് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകളടങ്ങിയ ആഹാരം. പക്ഷെ നമ്മൾ പലപ്പോഴും ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങളുടെ കൂട്ടത്തിൽ ഇതിനൊന്നും ഒരു പ്രാധാന്യമേ ഇല്ലാതെ പോകുന്നു. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ വ്യായാമത്തിൻ്റെ കാര്യവും. ശാരീരികമായ അധ്വാനം വേണ്ടുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാത്ത ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട് കൂട്ടർക്കും വ്യായാമം ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുക. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഒരു 1/4 മണിക്കൂറെങ്കിലും നടക്കാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ എത്ര പേര് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു? നമുക്കെല്ലാത്തിനും തിരക്കെന്ന് പറഞ്ഞിട്ട് നമ്മളതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കൂ. പിന്നെ ലഹരിയുടെ ഉപയോഗം, അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അത് മദ്യമായാലും മയക്കുമരുന്നായാലും മറ്റു തരത്തിലുള്ള ലഹരികളായാലും പരിപൂർണമായിട്ടും അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ലഹരിയുടെ ഉപയോഗം നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും സാമൂഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം തകരാറിലാക്കുന്ന ഒന്നാണ്. അത് ശരീരത്തെ എത്രത്തോളം അപകടത്തിലാക്കുന്നു. മയക്കുമരുന്നിൻ്റെ വ്യാപനത്തെ പറ്റിയൊക്കെ നമ്മൾ വളരെ ആശങ്കയുള്ളവരാണ്. അത് യാഥാർത്ഥ്യവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ലഹരികളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തെയും എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ലഹരി ഉപയോഗം മുഴുവനായിട്ടും ഒഴിവാക്കുക. ഈ പറഞ്ഞ അത് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കുക. അതിൽ സവിശേഷമായിട്ട് പെൺകുഞ്ഞുങ്ങളുടെ, സ്ത്രീകളുടെ, അതുപോലെ വയോജനങ്ങളുടെ, ഭിന്നശേഷിക്കാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആരോഗ്യം സവിശേഷമായിട്ട് നമ്മൾ നോക്കണം. എന്തുകൊണ്ട് സ്ത്രീകളുടെ ആരോഗ്യം കൂടുതൽ നോക്കണം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾ അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കേണ്ടവരാണ്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി കൊണ്ടുവരേണ്ടുന്ന ഉത്തരവാദിത്തമുള്ളവരായതുകൊണ്ട് അവരുടെ ആരോഗ്യം വളരെ പ്രധാനമാണ്. അത് ചെറിയ പ്രായം മുതൽ പെൺകുട്ടികൾക്ക്, അവർക്ക് ആർത്തവരക്തം 50 ml ആർത്തവരക്തം ഓരോ പ്രാവശ്യവും പോകുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് അതിനാവശ്യമായ സാധനങ്ങൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് മുതൽ അങ്ങോട്ട് പല കാര്യങ്ങളിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. പകർച്ചവ്യാധികൾ തടയുന്നു എന്നതിനൊപ്പം നമ്മുടെ മാനസികമായ സന്തോഷത്തിനും അത് കാരണമാകുന്നുണ്ട്. വീടും പരിസരവും വൃത്തിയായിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരാൾ ആരോഗ്യമുള്ള ആളാകുന്നത്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ സുതാര്യമാവുക, സന്തോഷമുള്ളതാവുക, ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തെയും നന്നായി
സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ല ആഹാരം എന്ന് വെച്ചാൽ പ്രകൃതിയോടും മണ്ണിനോടും ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ളവർക്ക് നല്ല ആഹാരം അവർക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാൻ സാധിക്കും. അപ്പം നല്ല ആഹാരം, പോഷകസമൃദ്ധമായ ആഹാരം, ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വളരെ പോസിറ്റീവായി സഹായിക്കുന്ന, പോസിറ്റീവാക്കുന്ന ആഹാരം, ഇതെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ മനോഹരമായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആരോഗ്യമുള്ള ആളായിരിക്കാൻ സാധിക്കും. അപ്പോൾ ലോകാരോഗ്യ ദിനം അത്തരമൊരു സന്ദേശം നമ്മൾ ഓരോരുത്തരിലും എത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.